നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ ഭാര്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ പ്രണയാർദ്രമായി കേൾക്കാൻ കൊതിച്ച സന്തോഷ വാർത്തകൾ ഈ വായനയിലുണ്ട്. ഈ വായന മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക. ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രണയാർദ്രമായിട്ടുള്ള സന്തോഷ വാർത്തകൾ വരുന്നുണ്ടോ ഇല്ലയോ, ഈ വ്യക്തിയുടെ മനോഭാവവും ഇപ്പോഴത്തെ ഊർജവും എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. നമുക്കിവിടെ ഈ ഒരു വായനയിൽ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് അത്രയും അധികം താല്പര്യമായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരണമെന്നും നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ മുന്നോട്ട് പോകണമെന്നും താല്പര്യത്തോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ വ്യക്തിക്ക് ആദ്യമൊക്കെ ഈ വ്യക്തി ഒറ്റയ്ക്ക് ജീവിച്ചു പൊയ്ക്കോളാമെന്നും തനിക്ക് ആരുടെയും ആവശ്യമില്ല എന്നും താൻ ഒറ്റയ്ക്ക് സന്തോഷമായി ജീവിച്ചു പോകും എന്നുള്ള തൻ്റെ ഇടത്തോടു കൂടിയുള്ള ചിന്താഗതികളായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ തിരിച്ചടിയായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്നുള്ള രീതിയിൽ ഈ വ്യക്തി സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുകയും സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ പല വിധത്തിലും ഈ പ്രണയബന്ധത്തെ പരിപൂർണതയിലേക്ക് എത്തിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ള നിലപാടിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് അത്രയും പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തോടു കൂടി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യാതൊരു കാരണവശാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള പ്രണയ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ സന്ദർഭങ്ങളും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയ ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഏറെ കൂടുതൽ സംഭവിച്ചിട്ടുള്ളത്. ആ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തീരുമാനങ്ങൾ പലതും ഈ വ്യക്തി സ്വന്തമായി തന്നെ എടുത്തു ചാടിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതൊക്കെയല്ല, നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി ആ തീരുമാനങ്ങളെല്ലാം എടുക്കുക തന്നെ ചെയ്യും എന്നുള്ള ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് 1000 നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നിങ്ങളോട് ക്ഷമയും യാചിക്കുന്നുണ്ട്. ക്ഷമ ചോദിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചതിന് തന്നെയാണ്. വേദനിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാ തരത്തിലും നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളോട് പെരുമാറിയിരുന്നത്. പലപ്പോഴും നിങ്ങളെ കൂടെ കൂട്ടുകയില്ല എന്നും നിങ്ങളെ കല്യാണം പോലും കഴിക്കുകയില്ല എന്നും എന്തിനാണ് നിന്നെപ്പോലൊരു വ്യക്തിയെ എനിക്ക് എന്നുള്ള രീതിയിൽ ധാർഷ്ട്യത്തോടെ ഈ വ്യക്തി സംസാരിച്ചിട്ടുണ്ടാകാം. തേർഡ് പാർട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ കബളിപ്പിക്കുകയും നിങ്ങളെ മാറ്റി നിർത്തുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത് ഇത് രണ്ടും, അതായത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് പൂർവജന്മ ബന്ധത്തിന്റെ തുടർക്കഥയാണ് എന്നുള്ള സത്യം തന്നെയാണ്. അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ അമിതമായി ചിന്തിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് സന്തോഷത്തോടെ നിൽക്കാൻ പറ്റാതെ വരിക. നിങ്ങളുടെ സാന്നിധ്യം ആദ്യമൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും തനിക്ക് ഒന്നുമില്ല എന്ന് വിചാരിച്ചിരുന്ന ഈ വ്യക്തി പിന്നീട് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെയാകുമ്പോൾ
തകർന്നു വീഴുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് നന്നായി തന്നെ കാണാൻ സാധിക്കുന്ന ഒരവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി മിണ്ടാതിരിക്കുമ്പോൾ ഈ വ്യക്തി വിചാരിക്കും ഇനി മിണ്ടണ്ട, നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കും. എന്നാൽ വീണ്ടും നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഈ വ്യക്തി പോലും അറിയാതെ ഈ വ്യക്തി കാലെടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വ്യക്തി പോലും പലപ്പോഴും അറിയാറ് പോലുമില്ല ഈ വ്യക്തിയുടെ മനസ്സ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളെ ഒഴിവാക്കിയതിനു ശേഷം ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള മാനസികപരമായ സന്തോഷത്തോടെ മുന്നേറുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുമാത്രമല്ല, ഈ വ്യക്തിക്കും നിങ്ങൾക്കുമിടയിൽ ഒരുപാട് അന്തരങ്ങളും ഒരുപാട് നല്ല രീതിയിലുള്ള അകൽച്ചകളും ഉണ്ടായിട്ടുണ്ട്. ആ അകൽച്ചയിലൂടെ പലതരത്തിലുള്ള ശത്രുക്കൾ നുഴഞ്ഞു കയറുവാനും അതിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ഊതി വീർപ്പിക്കുവാനും ശ്രമിച്ചിട്ടുള്ളതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് മണ്ടത്തരമാണെന്നും വളരെ പോസിറ്റീവായി തന്നെ മുന്നേറുവാൻ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചിട്ടുള്ളത്. ശത്രുക്കൾക്ക് നിങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറുവാനും ഈ പ്രണയബന്ധത്തെ അഴുക്കാക്കുവാനും ഇടം കൊടുക്കാതെ നിങ്ങൾ രണ്ടുപേരും തന്നെ കൈകാര്യം ചെയ്യുന്ന തലത്തിലേക്കാണ് പിന്നീട് അങ്ങോട്ട് ഈ പ്രണയബന്ധം വന്നു ചേർന്നിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെ വേണമെന്നാണ് ഈ പേഴ്സന്റെ ഉറച്ച തീരുമാനം. ഈ പ്രണയബന്ധത്തെക്കുറിച്ച് ഈ വ്യക്തി എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചു ചേർത്തുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടെ നട്ടലുയർത്തി തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള തടസ്സങ്ങളും നീക്കിക്കൊണ്ട് വിജയകരമായി മുന്നേറണം എന്നുള്ള ചിന്തകൾ മാത്രമാണ് നമുക്ക് ഈ വ്യക്തിയുടെ മനസ്സിൽ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഗണപതി ഭഗവാൻ, നരസിംഹസ്വാമി എന്നിങ്ങനെയുള്ള അതിശക്തമായിട്ടുള്ള ദൈവങ്ങളെ ഈ വ്യക്തി നിരന്തരമായി പ്രാർത്ഥിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും വളരെ നന്നായി പ്രാർത്ഥിക്കുന്നവരും ആയിരിക്കാം. ഇത് നമുക്ക് ഏറ്റവും നന്നായി തന്നെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ വായനയിൽ തന്നെയാണ്. ഗണപതി ഭഗവാന്റെ സാന്നിധ്യം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു വായന കൂടിയാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കുന്ന ഈ ഒരു സാഹചര്യമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ രണ്ടുപേർക്കുമിടയിൽ വളരെ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാതെ മാറി മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതും നിങ്ങൾ രണ്ടുപേരും കണക്ട് ചെയ്യുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ നിങ്ങളുടെ പ്രണയബന്ധം വീണ്ടും ദൃഢതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വഴിമാറി പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് നല്ല ഒരു ഉദ്ദേശത്തോടെയും നല്ല ഒരു ലക്ഷണവുമായിട്ട് നമ്മൾക്ക് കണക്ക് കൂട്ടാം. എന്തായാലും ഇവിടെ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾ ഇത്രയും കാലം കേൾക്കാൻ കൊതിച്ചിട്ടുള്ള പ്രണയാർദ്രമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് നിങ്ങളെ തേടി വരുവാൻ പോകുന്നത്. ഈ വ്യക്തിക്ക് ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് സമാധാനപ്രദമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും മൗനമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യമാണെങ്കിൽ, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.